കൊല്ലം അഞ്ചലിൽ യുവതിയെയും ഇരട്ടക്കുട്ടികളെയും കൊലപ്പെടുത്തിയ മുൻ സൈനികരായ പ്രതികളെ 18 വർഷങ്ങൾക്ക് ശേഷം പിടികൂടിയതിൽ പ്രതികരണവുമായി കൊല്ലപ്പെട്ട യുവതിയുടെ ബന്ധു. പ്രതികളെ പിടിച്ചതിൽ സന്തോഷമുണ്ടെന്ന് കൊല്ലപ്പെട്ട യുവതിയുടെ അമ്മയുടെ സഹോദരിയായ ലളിത പ്രതികരിച്ചു. വളരെ സന്തോഷമുണ്ട്. അവളുടെ അമ്മ ഇത്രയും നാൾ നോമ്പ് നോറ്റ് കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ എന്നേ മരിക്കണമെന്ന് പറഞ്ഞ് നടന്നത്. ഈ ഒരൊറ്റ ആഗ്രഹത്തിന് വേണ്ടിയാണ്. പ്രതികളെ എന്നെങ്കിലും പിടിച്ച് അവരെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അത് ദൈവം സാധിച്ചു കൊടുത്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളെ വളർത്തി ജീവിച്ചോളാം എന്ന് പറഞ്ഞതാ. എന്നിട്ട് പോലും അതിനെ വെറുതെ വിട്ടില്ല. ക്രൂരമായിട്ടാണ് അവരെ കൊലപ്പെടുത്തിയത്. അമ്മ ഈ വാർത്ത അറിഞ്ഞു. ഇത്രയും നാൾ ദൈവത്തെ വിളിച്ച് കരഞ്ഞതിന് ഫലമുണ്ടായെന്നും ലളിത പ്രതികരിച്ചു. 2006 കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ രഞ്ജിനി എന്ന യുവതിയെയും ഇവരുടെ ഇരട്ടക്കുട്ടികളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. അവിവാഹിതയായിരുന്ന രഞ്ജിനി ദിവിൽ കുമാറിൽ നിന്ന് ഗർഭിണിയായി കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. എന്നാൽ പിതൃത്വം ഏറ്റെടുക്കാൻ ഇയാൾ തയ്യാറായില്ല. കുട്ടികളുടെ പിതൃത്വം തെളിയിക്കാൻ രഞ്ജിനിയും കുടുംബവും നിയമവഴി തേടിയതോടെയായിരുന്നു കൊലപാതകം. സൈന്യത്തിൽ നിന്ന് അവധിയെടുത്ത നാട്ടിലെത്തിയ ദിവിൽ കുമാറും രാജേഷും രഞ്ജിനി താമസിച്ചിരുന്ന വാടക വീട്ടിലെത്തി അതിക്രൂരമായി മൂവരെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. പോലീസ് എത്തുമ്പോഴേക്കും പ്രതികൾ കാണാമറയത്തായിരുന്നു. ഒടുവിൽ രഞ്ജിനിയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം 2008 CBI ചെന്നൈ യൂണിറ്റ് കേസ് ഏറ്റെടുത്തു. തുടർന്ന് CBI നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ പിടികൂടിയിരിക്കുന്നത്. പോണ്ടിച്ചേരിയിൽ നിന്ന് CBI ചെന്നൈ യൂണിറ്റാണ് ഇരുവരെയും പിടികൂടിയത്. പ്രതികളെ കൊച്ചി CGM കോടതിയിൽ ഹാജരാക്കി. യുവതിയും മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതികൾ വിദേശത്തേക്ക് കടന്നു എന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. ദിവിലും രാജേഷും പോണ്ടിച്ചേരിയിൽ കുടുംബജീവിതം നയിച്ചിരുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് CBI അന്വേഷണം ഊർജിതമാക്കുകയും പ്രതികളെ പിടികൂടുകയുമായിരുന്നു. രഞ്ജിനിയുടെ അമ്മ ശാന്തമ്മയായിരുന്നു മകളുടെയും കൊച്ചുമക്കളുടെയും കൊലപാതകത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായി നിയമ പോരാട്ടം നടത്തിയത്. ശാന്തമ്മയുടെ മകൾ അവിവാഹിതയായ രഞ്ജിനി അയൽവാസിയായ ദിവിൽ കുമാറുമായി അടുപ്പത്തിലായിരുന്നു. ഈ ബന്ധത്തിലായിരുന്നു ഇവർ ഗർഭിണിയായത്. തുടർന്ന് 2006 ജനുവരി 26 ഇരട്ടക്കുട്ടികളെ ഇവർ പ്രസവിച്ചു. കുഞ്ഞുങ്ങളുടെ പിതൃത്വം ദിവിൽ കുമാർ ഏറ്റെടുക്കണമെന്ന് യുവതി ആവശ്യമുന്നയിച്ചപ്പോഴാണ് അമ്മയും കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയത്. കൃത്യമായ പ്ലാനിങ്ങോടെയായിരുന്നു ഈ ഒരു കൊലപാതകം. 2006 ഫെബ്രുവരി 6 രഞ്ജിനിയും മക്കളെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സൈന്യത്തിൽ നിന്ന് അവധിയെടുത്ത ദിവിൽ കുമാറും രാജേഷും സംഭവശേഷം ജോലിയിൽ തിരികെ പ്രവേശിക്കാതെ ഒളിവിൽ പോവുകയായിരുന്നു. പ്രസവത്തിന് മുമ്പ് ജോലിക്ക് പോയ ദിവിൽ കുമാറുമായി ഫോണിലൂടെയും കത്തിലൂടെയും ബന്ധപ്പെടാൻ രഞ്ജിനി ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കുട്ടികളുടെ പിതൃത്വം ഇയാൾ നിഷേധിച്ചു. രഞ്ജിനി വനിതാ കമ്മീഷന് പരാതി നൽകുകയും DNA പരിശോധനയ്ക്ക് വിധേയനാകാൻ ദിവിൽ കുമാറിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് ഇയാൾ തയ്യാറായിരുന്നില്ല. പ്രസവത്തിനായി തിരുവനന്തപുരം SCT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന രഞ്ജിനിയെ കാണാൻ മറ്റൊരു പേരിലെത്തിയ രാജേഷ് ഇവരുമായി അടുപ്പം സ്ഥാപിക്കുകയും ദിവിൽ കുമാറിനെ കണ്ടെത്താൻ സഹായിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. സംഭവ ദിവസം ഇയാൾ രഞ്ജിനിയുടെ വീട്ടിലെത്തിയതായി രേഖകൾ വ്യക്തമാക്കുന്നു. രഞ്ജിനിയുടെ അമ്മ ശാന്തമ്മ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിൽ പോയിരുന്ന സമയത്താണ് കൊല നടത്തിയത്. ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണം പിന്നീട് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം CBI ഏറ്റെടുക്കുകയായിരുന്നു. 18 വർഷക്കാലം പോണ്ടിച്ചേരിയിലും മറ്റൊരു പേരിലും വിലാസത്തിലും ആധാർ കാർഡിലുമാണ് പ്രതികൾ ഇത്രയും കാലം ജീവിച്ചതെന്ന് CBI പറഞ്ഞു. പോണ്ടിച്ചേരിയിലുള്ള 2 അധ്യാപികമാരെ വിവാഹം കഴിച്ച് കുട്ടികളുമായി അവിടെ തന്നെ താമസിക്കുകയായിരുന്നു ഇവർ. ഇരുവർക്കുമായി രാജ്യത്തിനകത്തും പുറത്തും അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നെങ്കിലും പിടികൂടാൻ സാധിച്ചിരുന്നില്ല. പിടികൂടാൻ സഹായിക്കുന്നവർക്ക് ആദ്യം 50,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് ഇത് 2 ലക്ഷമാക്കി ഉയർത്തി. ജനുവരി 18 വരെ കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിങ്കളാഴ്ച CBI കോടതിയിൽ അപേക്ഷ നൽകും. അഞ്ചലിൽ സംഭവം നടന്ന സ്ഥലത്തടക്കം പ്രതികളെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും.